പക്ഷേ 9 വർഷം 10 വർഷക്കാലമായി ഒരു രൂപ പോലും കിട്ടാതെ പഠിപ്പിക്കാൻ പോവുക, വീട്ടിൽ ദിവസവും പിന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ബാഗ് കൊണ്ട് ഇറങ്ങി വരിക, വീട്ടിൽ വന്ന് വൈകുന്നേരം പിന്നെ പട്ടിണി ഇരിക്കുക. ഇത് നമുക്ക് എങ്ങനെയാണ് സഹിക്കാൻ വേണ്ടി പറ്റുന്നത്? അപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് 7 വർഷമൊന്നും ഒരു ഫയലിന് മുമ്പ് അടയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. 7 വർഷം ഒരു കാരണവശാലും അടയിരിക്കേണ്ട കാര്യമില്ല. ഏത് ഉദ്യോഗസ്ഥയായിരുന്നാലും അനുവാദം കൊടുക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് അനുവാദം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഉത്തരവ് കൊടുക്കണം. അതല്ലെങ്കിൽ മര്യാദയ്ക്ക് അനുവാദം കൊടുക്കണം. ഞാനിത് ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞിട്ട് പോവുകയാണ്. ഞാൻ ആരെന്ന് ഏതെന്നൊന്നും പറഞ്ഞില്ല. പറയേണ്ടവർക്കും കേൾക്കേണ്ടവർക്കും അറിയാവുന്നവർക്കും എല്ലാം അറിഞ്ഞു കാണും. ഞാൻ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ഈ കാര്യം ഇവിടെ തിരക്കിയിട്ട് ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായില്ലെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ പരസ്യമായി തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങളുടെ പിന്തുണ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഒന്നുകൂടെ മനസ്സിലായത്. ഉറക്കെ ഒന്ന് കൈയടിച്ചത് പാസ്സാക്കി കൊടുക്കുന്നതിന് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇങ്ങനെയാണ്. പല ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഒക്കെ തന്നെ ശിവൻകുട്ടി എന്ന മന്ത്രി വിധേയമായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ഒരു ചാട്ടൂളി പോലെയാണ്. അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന് ഇന്ന് ജെഫൈസ് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അത് വേറെ എവിടെയുമല്ല, ചാലക്കുടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ VHSEയുടെ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേളയിലാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുവിദ്യാഭ്യാസ പ്ലാൻ ഫണ്ടിൽ നിന്നും 3 കോടിയിലേറെ രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള VHSE സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേളയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഉദ്ഘാടനം തുടങ്ങുന്നതിന് മുൻപ് വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ കോമ്പൗണ്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഏകദേശം 50ഓളം വരുന്ന അധ്യാപകർ, അതിലധികം വനിതാ അധ്യാപകരാണ്, വളരെ പാവപ്പെട്ടവരായി തങ്ങളുടെ ഈ അവസ്ഥയിൽ ദയനീയമായി ഈ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി വലിയ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന കുറച്ച് അധ്യാപകർ, അവരെയും ജെഫൈസ് കണ്ടു. വിദ്യാഭ്യാസ മന്ത്രിയോട് അവർ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് അവർ വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞത്? ഞങ്ങൾക്ക് 7 വർഷമായിട്ട് ശമ്പളം കിട്ടുന്നില്ല, ചിലർക്ക് 8 വർഷമായിട്ട് കിട്ടുന്നില്ല. 110ഓളം അധ്യാപകരുണ്ട്, പല കോർപ്പറേറ്റ് മാനേജറുടെ കീഴിലുള്ള അധ്യാപകർ. അക്കൂട്ടത്തിൽ ഒരു അധ്യാപികയുടെ ഭർത്താവ് വളരെ വിഷമത്തോടെ പറഞ്ഞു ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് ജെഫൈസ്. പക്ഷെ അവർക്ക് എന്റെ ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ പേടി. പലരെയും ഭയന്നാണ് അവർ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് വന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞു. ഉദ്ഘാടന പ്രസംഗത്തിന്റെ കാതലായ ഭാഗം കഴിഞ്ഞപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറയുന്നത്. ഇതാകണം വിദ്യാഭ്യാസ മന്ത്രി. ഒരു അധ്യാപകരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, 7 കൊല്ലമോ 8 കൊല്ലമോ ഒന്നും ഒരു ഫയലിന്റെ മുന്നിൽ അടയിരിക്കേണ്ട ആവശ്യമില്ല. അതേത് വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥനായിരുന്നാലും കൃത്യമായി തന്നെ നിലപാട് സ്വീകരിക്കണം. ഈ അധ്യാപകർക്ക് ശമ്പളം കിട്ടാത്തതിന്റെ പ്രശ്നത്തെപ്പറ്റി അദ്ദേഹം പറയുന്നത്, ഈ പറയുന്ന അധ്യാപകർക്ക് 7-8 വർഷമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. ആ ശമ്പളം കിട്ടാത്തതിന്റെ കാരണം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ സാങ്ഷൻ ആക്കാത്തതാണ്. അങ്ങനെ 7-8 വർഷക്കാലം സാങ്ഷൻ ആക്കാണ്ടിരിക്കേണ്ട ഒരു സംഭവം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി ആ ഉദ്ഘാടന വേളയുടെ അവസാന ഭാഗത്ത് പറഞ്ഞു, ഈ വിഷയത്തിൽ ഉചിതമായ തീരുമാനം എടുത്തില്ലെങ്കിൽ കർശനമായ നിലപാട് സ്വീകരിക്കും. 10 ദിവസത്തിനുള്ളിൽ ഈ വിഷയത്തെപ്പറ്റി ഞാൻ വീണ്ടും അന്വേഷിക്കും. ഇതിൽ യാതൊരു ഇടപെടലും നടന്നിട്ടില്ലെങ്കിൽ ആരുടെയും പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഉചിതമായ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ സദസ്സ് മുഴുവൻ കൈയടിക്കുകയായിരുന്നു. ഇത്രയും നാളായിട്ട് ഈ അധ്യാപകർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല എന്നൊരു കാര്യം നമ്മുടെ ചാലക്കുടി ഉപജില്ലയ്ക്ക് കീഴിലുള്ള പല സ്കൂളുകളിലെയും അധ്യാപകർക്കാണ് ഈ പറയുന്നത്. 7-8 വർഷമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. എല്ലാ ദിവസവും ഇവർ സ്വന്തം പൈസ മുടക്കി ഇവർ സ്കൂളുകളിലേക്ക് വരുന്നു. പലരും വീടിന്റെ അടുത്തു നിന്നൊക്കെ അകലെയുള്ള സ്കൂളുകളിലേക്കാണ് പോകുന്നത്. 10 പൈസ പോലും കിട്ടാതെ അധ്യാപനം നടത്തി. ഓണക്കാലം വരുന്നു, അവർക്ക് ഗതി കിട്ടാത്ത രീതിയിൽ ഒരു ഓണക്കോടി വാങ്ങിക്കാൻ പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ അധ്യാപകരുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഒരിക്കൽ പോലും ഇവർ ഒരു മാധ്യമത്തിന്റെ മുന്നിൽ എന്തുകൊണ്ടാണ് ഇവർ വരാതിരുന്നത്? ഇവർ ആരെയെ ഭയക്കുന്നു? തീർച്ചയായിട്ടും നിങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ പൊതുസമക്ഷം അറിയിക്കുക. ഈ വിഷയത്തിൽ ഉചിതമായ നടപടികളുമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകട്ടെ. ഈ ശമ്പളം കിട്ടാതിരിക്കുന്ന അധ്യാപകരുടെ കാര്യത്തിൽ കൃത്യമായി തന്നെ തീരുമാനം അറിയിച്ച വി ശിവൻകുട്ടി എന്ന മന്ത്രിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ ഈ അധ്യാപകർക്ക് തങ്ങളുടെ വേതനം ലഭിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഞാനിവിടെ വന്നപ്പോൾ ഒരു 8-10 കുട്ടികൾ അവർ കഴിഞ്ഞ 7 വർഷം 8 വർഷം 9 വർഷക്കാലമായി ശമ്പളമില്ലാതെ പഠിപ്പിക്കുക. കരയാണ് അവരെൻ്റെ മുന്നേ വന്ന്. ഓണത്തിനൊരു ഒരു തുണ്ട് പുതിയ വസ്ത്രം വാങ്ങാൻ നിവൃത്തിയില്ല. നമ്മുടെ ഓഫീസിൽ നിന്ന്, വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് അവർക്ക് സാങ്ഷൻ കൊടുക്കാത്തതിന് കുഴപ്പമാണ്. 50ഓളം അധ്യാപകർ ഇന്നിവിടെ വന്നിരുന്നു. 117 മറ്റു അധ്യാപകരുണ്ട്. അതിൻ്റെ വിദ്യാഭ്യാസ ഓഫീസർമാർ മാറി വരുന്നുണ്ട്. പെൻഷൻ പറ്റി പോവുകയും മാറി വരുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ഓഫീസർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടായിരിക്കും.